ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ചാപ്റ്റർ 3 പാർട്ട് 2 ആണ് നോക്കുന്നത്. പാർട്ട് 1 നമ്മൾ അപ്ലോഡ് ചെയ്തു, എല്ലാവരും പോയി കാണുക. ഇനി പാർട്ട് 2 എ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, നോക്കാം. In the circuit you have made electricity from the battery reach the bulb only when you switch it on. How does the electricity reach the bulb from the battery? Do all the substances allow electricity to pass through? എന്താണ്, സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴാണല്ലോ നിങ്ങൾ നിർമ്മിച്ച സർക്യൂട്ടിൽ വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തുന്നത്. ബാറ്ററിയിൽ നിന്ന് വൈദ്യുതി ബൾബിലേക്ക് എത്തുന്നത് എന്തിലൂടെയാണ്? എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തിവിടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. യു മൈറ്റ് ഹാവ് നോട്ടീസ്ഡ് ദ സബ്സ്റ്റാൻസസ് വിച്ച് കണ്ടക്ട് ഇലക്ട്രിസിറ്റി ആൻഡ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഡിസൈൻ ആൻഡ് എക്സ്പെരിമെൻറ്റ് ടു ഡിസ്റ്റിംഗ്വിഷ് ദം ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. വൈദ്യുതി കടത്തിവിടുന്നതും വിടാത്തതുമായ വസ്തുക്കൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അവ തിരിച്ചറിഞ്ഞിട്ട് അനുയോജ്യമായ ഒരു പരീക്ഷണ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ താഴൊരു പരീക്ഷണം തന്നിട്ടുണ്ട്. അതിലൂടെ വൈദ്യുതി കടത്തിവിടുന്നവ ഏത്, വൈദ്യുതി കടത്തിവിടാത്തത് ഏതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇനി ടേക്ക് എ 9 volt ബാറ്ററി കണക്റ്റിംഗ് വയേഴ്സ് ആൻഡ് LED മൊഡ്യൂൾ ഫ്രം ദ സയൻസ് കിറ്റ്, അറേഞ്ച് ദം ഷോൺ ഇൻ ദ ഫിഗേഴ്സ്. അപ്പോൾ താഴെ കാണിച്ചിരിക്കുന്ന ചിത്രത്തിൽ ക്രമീകരിച്ച പോലെ ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മെറ്റീരിയൽ യൂസ്ഡ് എന്താണ്? സേഫ്റ്റി പിൻ, എ പീസ് ഓഫ് വുഡ്, പേപ്പർ, സ്റ്റീൽ സ്കെയില്, ചാർക്കോൾ, പെൻസിൽ, ഗ്രാഫൈറ്റ്, പ്ലാസ്റ്റിക് ബാങ്കിൾ, മെറ്റൽ ബാങ്കിൾ, വെറ്റ് പേപ്പേഴ്സ്, കോപ്പർ വയർ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നിരീക്ഷണം നിഗമനം നോക്കാം. ഓക്കെ, പേപ്പറിൽ ദ LED മൊഡ്യൂൾ ഡിഡ് നോട്ട് ഗ്ലോ, ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. LED മൊഡ്യൂൾ പ്രകാശിച്ചില്ല, വൈദ്യുതി കടത്തിവിടുന്നുമില്ല. അപ്പോൾ സേഫ്റ്റി പിന്നിൽ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. വൈദ്യുതി കടത്തിവിടുന്നുണ്ട്, പ്രകാശിച്ചു അല്ലേ? ദ പീസ് ഓഫ് വുഡ് LED മൊഡ്യൂൾ ഡിഡ് നോട്ട് ഗ്ലോ, ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. സ്റ്റീൽ സ്കെയിലിൽ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ചാർക്കോളിൽ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. പെൻസിൽ ഗ്രാഫൈറ്റിൽ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. പ്ലാസ്റ്റിക് ബാങ്കിൽ LED മൊഡ്യൂൾ ഡിഡ് നോട്ട് ഗ്ലോ, ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. മെറ്റൽ ബാങ്കിൽ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. വെറ്റ് പേപ്പറിൽ ദ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. കോപ്പർ വയറിൽ ദ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. Which material conduct electricity? Pencil, graphite, safety pin, wet paper. So, which material do not conduct electricity? Paper, piece of wood, charcoal. Okay. Write your observation in science diary. All substances do not conduct electricity. അല്ലേ? എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തിവിടുന്നവയല്ല. Place your fingers over the end of A and B in the device made for experiment. Does the LED glow? Repeat the experiment with wet fingers. What changes did you notice? The given reason. പരീക്ഷണത്തിനായി നമ്മൾ തയ്യാറാക്കിയ ഉപകരണമില്ലേ, അതിൽ A, B എന്നീ അഗ്രങ്ങളിൽ നമ്മൾ കൈവിരലിൽ നരച്ചിട്ട് തൊടുക. അപ്പം എന്താണ് അതിങ്ങനെ ആവർത്തിക്കുക. എന്ത് മാറ്റമാണ് കണ്ടത് എന്നാണ് ചോദിച്ചിരിക്കുക. അപ്പോൾ എന്താണ്? LED വിൽ ഗ്ലോ അല്ലെ? LED ബൾബ് കത്തും. ബിക്കോസ് വെറ്റ് ഫിംഗേഴ്സ് വിൽ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, ഇനി ഡു നോട്ട് ഓപ്പറേറ്റ് എ സ്വിച്ച് വിത്ത് വെറ്റ് ഹാൻഡ്. ഫൈൻഡ് ഔട്ട് ദ റീസൺസ് ബിഹൈൻഡ് ഇറ്റ്. അപ്പോൾ എന്താണ്? വെറ്റ് ഹാൻഡ്, നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് പ്രവർത്തിക്കരുത് എന്ന് പറയാനുള്ള കാരണം എന്താണ്? Water is a good conductor of electricity. When your hand are wet, the risk of electric shock increases significantly. So, do not operate a switch with a wet hand. Okay? ഇനി അടുത്ത് നോക്കാം. കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. എന്താണ്? കണ്ടക്ടേഴ്സ് ആർ ദ സബ്സ്റ്റാൻസസ് ദാറ്റ് എലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. എന്താണ്? വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് കണ്ടക്ടേഴ്സ്. ഇൻസുലേറ്റേഴ്സ് ആർ സബ്സ്റ്റാൻസസ് ദാറ്റ് ഡു നോട്ട് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളാണ് ഇൻസുലേറ്റേഴ്സ്. അയേൺ, ഗോൾഡ്, കോപ്പർ, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, വാട്ടർ എക്സെട്ര ആർ കണ്ടക്ടേഴ്സ്. ഡ്രൈ വുഡൻ ബ്ലോക്ക്, പേപ്പർ, പ്ലാസ്റ്റിക്, ക്ലോത്ത് ആർ ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, ഇനി when we are turn on switch, do we touch with the part through which electricity passes? The parts we touch in electrical appliances are made in insulators. What about the parts that conduct electricity? What are many situations where conductors and insulators are used? Tablet such situations are unfamiliar with. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വൈദ്യുതി കടന്നു പോകുന്ന ഭാഗങ്ങളിൽ നാം സ്പർശിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇല്ല. എന്താണ്? വൈദ്യുതി ഉപകരണങ്ങളിൽ നാം തൊടുന്ന ഭാഗങ്ങളിലെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് ഇൻസുലേറ്റർ ഉപയോഗിച്ചാണ്. എന്നാൽ വൈദ്യുതി കടന്നു പോകേണ്ട ഭാഗങ്ങളിൽ നമ്മൾ കണ്ടക്ടേഴ്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വൈദ്യുതി എന്തൊക്കെ സിറ്റുവേഷനിലാണ് എന്ന് നമ്മളിവിടെ ടാബ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. സിറ്റുവേഷൻസ് ഇൻ വിച്ച് കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ്.
The copper wire through which electricity passes through. Aluminum copper wire is used to conduct electricity in houses. The electric devices that part through which electric passes in made of metals. അല്ലേ? ഇനി situations in which insulators are used. Plastic coating over the copper wire. പിന്നെ ഇൻസുലേഷൻ സ്റ്റാപ്പ് are used while connecting the wires. The part we touch on the switch is made on plastic. Electric appliances and the outer part is made of the insulators. Okay. ഇനി എന്താണ് കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും എന്നും നോക്കുക. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞൊക്കെയാണ്. ദ കണ്ടക്ടേഴ്സ് ആർ ദ സബ്സ്റ്റാൻസസ് ദാറ്റ് എലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. അല്ലേ? വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് കണ്ടക്ടേഴ്സ്. അയൺ, ഗോൾഡ്, കോപ്പർ, സ്റ്റീൽ, ഗ്രാഫൈറ്റ്, വാട്ടർ ആർ കണ്ടക്ടേഴ്സ്. എന്താണ്? വൈദ്യുതി കടത്തിവിടാത്തതാണ് ഇൻസുലേറ്റേഴ്സ്. ഇൻസുലേറ്റേഴ്സ് ആർ ദ സബ്സ്റ്റാൻസസ് ദാറ്റ് ഡു നോട്ട് എലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ. അപ്പോൾ ഡ്രൈ വുഡൻ ബ്ലോക്ക്, പേപ്പർ, പ്ലാസ്റ്റിക്, ക്ലോത്ത് എക്സെട്ര ആർ ഇൻസുലേറ്റേഴ്സ്. ഓക്കെ. ഇനി ഇതിൽ എന്താണ്? ലെറ്റസ് റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ്. യു ഹാവ് ഡൺ ഡിസ്റ്റിങ്ക്വിഷ് ദ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ് കണക്ടിങ് ദ എൻഡ് ഓഫ് എ ബി യൂസിങ് വിച്ച് ഫോളോയിങ് സബ്സ്റ്റാൻസസ്. നമ്മൾ നേരത്തെ ചെയ്ത പരീക്ഷണം കുറച്ച് മെറ്റീരിയൽസ് കൂടി ഉപയോഗിച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? മെറ്റീരിയൽ തന്നിട്ടുണ്ട് അവിടെ. അയൺ നെയിൽ, കോപ്പർ വയർ, സിൽവർ ഓർണമെൻറ്റ്സ്, ഗോൾഡ് ഓർണമെൻറ്റ്സ്, അലൂമിനിയം വയർ, പീസ് ഓഫ് സിങ്ക്, അല്ലേ? ലീഡ് വയർ, ഇപ്പോൾ മാഗ്നീഷ്യം, ലെഡ് കമ്പിയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പരീക്ഷണം നടത്തുക. അപ്പോൾ എന്താണ്? ഡു ഓൾ ദ സബ്സ്റ്റാൻസസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. എല്ലാ വസ്തുക്കളും വൈദ്യുതി കടത്തി വിടുന്നുണ്ടോ? അപ്പോൾ എന്താണ്? യെസ്. അല്ലേ? ഡു ഓൾ ദ സബ്സ്റ്റാൻസസ് ഹെവി എനി കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൊതുവായി എന്താ സവിശേഷത ഉള്ളത്? അപ്പോൾ എന്താണ്? ദേ ആർ ഓൾ മെറ്റൽസ്. അല്ലേ? അപ്പോൾ എന്താണ്? they are all metals. All metals are conductors of electricity. Okay. പിന്നെ നമ്മളിപ്പോൾ അപ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ എന്താണ്? യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. എല്ലാ ലോഹങ്ങളും വൈദ്യുതി കടത്തിവിടുന്നവയാണ്. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് ലോഹങ്ങൾ നോക്കാം. മെറ്റൽസ്. എന്താണ് മെറ്റൽസ്? മെറ്റൽസ് ആർ ലസ്റ്ററസ്, ഹാർഡ് ആൻഡ് സ്ട്രോങ് സബ്സ്റ്റാൻസസ്. തിളക്കമുള്ളതും കടുപ്പമുള്ളതും ബലമുള്ളതുമായ പദാർത്ഥമാണ് ലോഹങ്ങൾ. മെനി മെറ്റൽസ് ലൈക്ക് അയൺ, കോപ്പർ, സിൽവർ, ഗോൾഡ്, അലൂമിനിയം, സിങ്ക്, ലെഡ്, മെർക്കുറി, നിക്കൽ എക്സെട്ര ഹാവ് ബീൻ ഡിസ്കവേർഡ്. ഇങ്ങനെയുള്ള ലോഹങ്ങളൊക്കെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. യൂഷ്വലി മെറ്റൽസ് ആർ സോളിഡ് സ്റ്റേറ്റ് അണ്ടർ ദ നോർമൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ. നോർമൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിൽ ഖരാവസ്ഥയിലാണ് ലോഹങ്ങളെല്ലാം. എന്നാൽ മെർക്കുറി മാത്രം എന്താണ്? ലിക്വിഡ് സ്റ്റേറ്റിലാണ്. അതായത് ദസ് ഡിസ്കവറി ഓഫ് യൂസ് ഓഫ് മെറ്റൽസ് ഹാവ് ബ്രോട്ട് ആൻഡ് റിമാർക്കബിൾ ചേഞ്ചസ് ഇൻ ഹ്യൂമൻ ലൈഫ്. അല്ലേ? എന്താണ്? മെറ്റലിൻ്റെ ഉപയോഗം എന്താണ്? മനുഷ്യ ജീവിതത്തിൽ പല മാറ്റങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. യു മൈറ്റ് ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ ചേഞ്ചസ് ദാറ്റ് അക്വേർഡ് ദ അഗ്രികൾച്ചറൽ ടൂൾസ് ഓഫ് സോഷ്യൽ ലൈഫ് പാലിയോലിത്തിക്കൽ ടു ബ്രോൺസ് ഏജ്. അല്ലേ? എന്താണ്? പ്രാചീന ശിലായുഗത്തിലും മറ്റ് എന്താണ് ബ്രോൺസ് ഏജിലൊക്കെ നമ്മൾ കൃഷി ഉപകരണങ്ങൾക്കൊക്കെ ധാരാളം മെറ്റൽസ് ഉപയോഗിച്ചിരുന്നു. അല്ലേ? അത് മനുഷ്യൻ്റെ പുരോഗതിക്കും ഒക്കെ വഴിതെളിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി ഇൻ ദ സർക്യൂട്ട് യു ഹാവ് മെയ്ഡ് ഇലക്ട്രിസിറ്റി ഫ്രം ദ ബാറ്ററി റീച്ചസ് ദ ബൾബ് ത്രൂ ദ മെറ്റൽസ് വയേഴ്സ് കോട്ടഡ് വിത്ത് പ്ലാസ്റ്റിക്. എന്താണ്? നമ്മൾ നിർമ്മിച്ച സർക്യൂട്ടിലൊക്കെ വൈദ്യുതി ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തുന്ന പ്ലാസ്റ്റിക് വയറിനുള്ളിലെ ലോഹ കമ്പിയിലൂടെയാണ്. അല്ലേ? വി യൂസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റാലിക് വയേഴ്സ് ഇൻ അവർ ഹോം. റിമൂവ് ദ ഇൻസുലേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഓഫ് മെറ്റാലിക് വയേഴ്സ് ഇൻസൈഡ്. അതായത് വീട്ടിൽ ഉപയോഗിക്കുന്ന പലതരം വയറുകൾ ഇൻസുലേഷൻസ് നീക്കി ഉള്ളിലെ ലോഹ കമ്പികൾ പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ചിത്രത്തിൽ നോക്കുക കണ്ടോ? ആ പ്ലാസ്റ്റിക് കോട്ട് ഒഴിവാക്കിയപ്പം മെറ്റൽ വയേഴ്സ് കണ്ടല്ലേ? അപ്പോൾ വിച്ച് മെറ്റൽസ് ആർ വി നോർമലി യൂസ് ടു ട്രാൻസ്ഫർ ഇലക്ട്രിസിറ്റി ത്രൂ ദ ഇലക്ട്രിക് ലൈൻസ്. അപ്പോൾ ഇലക്ട്രിക് ലൈൻസിൽ ഏത് മെറ്റലാണ് ഉപയോഗിക്കാറുള്ളത്? അലൂമിനിയാണ്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ നോട്ട് യൂസിങ് കോപ്പർ വയർ ഇൻ ഇലക്ട്രിക് ലൈൻസ്? ഇലക്ട്രിക് ലൈനിൽ ചെമ്പുകമ്പി ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് നോക്കാം. എന്താണ്? കോപ്പർ വയർ ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ഇലക്ട്രിക് ലൈൻസ് ഡ്യൂ ടു ദ ഫോളോയിങ് റീസൺസ്. എന്താണ്? കോപ്പർ വയർ ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ അലൂമിനിയം. അല്ലേ? പിന്നെ കോപ്പർ ഈസ് ഡെൻസർ ആൻഡ് ഹെവിയർ ദാൻ ദ അലൂമിനിയം മേക്കിംഗ് ഇറ്റ് മോർ ഡിഫിക്കൽട്ട് ടു സപ്പോർട്ട് ആൻഡ് മെയിൻറ്റെയിൻ ദ എസ്പെഷ്യലി ഫോർ ദ ഓവർ ഹെഡ്. ഓക്കെ. അതെഴുതുക. അതാണ് അലൂമിനിയം ഉപയോഗിക്കാനുള്ള കാരണം, ചെമ്പുകമ്പി ഉപയോഗിക്കാത്തതിൻ്റെ കാരണം. ഓക്കെ. ഇനി let us get to know more electric circuit.
കൂടുതൽ സർക്യൂട്ടിനെ കുറിച്ച് പരിചയപ്പെടാം. എന്താണ് സോ ഫാർ വി ഹാവ് മെയ്ഡ് ഇലക്ട്രിക് സർക്യൂട്ട് യൂസിങ് LEDs ക്യാൻ മേക്ക് മോർ സർക്യൂട്ട് ബൈ ഇൻക്ലൂഡിങ് അതർ ഡിവൈസസ്. ഒബ്സർവ് ദ പിക്ചേഴ്സ്. LED ഉപയോഗിച്ചാണ് നാം ഇതുവരെ എല്ലാ സർക്യൂട്ടുകളും തയ്യാറാക്കിയത്. മറ്റു ഉപകരണങ്ങൾ ഉൾപ്പെടുത്തി കൂടുതൽ സർക്യൂട്ടുകൾ തയ്യാറാക്കാൻ കഴിയുമ്പോൾ ചിത്രം നിരീക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട്. യു മൈറ്റ് ഹാവ് ഫെമിലിയർ വിത്ത് ദ മെറ്റീരിയൽ ഷോൺ ഇൻ ദ പിക്ചേഴ്സ്. ലെറ്റ്സ് ട്രൈ ടു മേക്ക് ഡിഫറെൻറ്റ് സർക്യൂട്ട് യൂസിങ് ദം. Work in group and arrange the circuit. Many boards like hardboard, cardboard, or crop sheet present these circuit before this class. The class let each the group examine and circuit made by the other groups. അങ്ങനെ ചിത്രത്തിൽ കാണുന്ന പോലെ വസ്തുക്കളെ കുറേ ചിത്രങ്ങൾ കണ്ടില്ല, അവ ഉപയോഗിച്ച് നമുക്ക് വ്യത്യസ്ത സർക്യൂട്ടുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം എന്നാണ് പറയുന്നത്. കാർബോർഡ്, ഹാർബോർഡ്, കോർക്ക് ഷീറ്റ് തുടങ്ങിയ ഏതെങ്കിലും ബോർഡുകളിൽ സർക്യൂട്ട് ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് എല്ലാവരും ഗ്രൂപ്പായിട്ട് ക്ലാസ്സിൽ ചർച്ച ചെയ്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ ചിത്രം നോക്കുന്നത്? സർക്യൂട്ട് 1 ബോട്ടം ഓഫ് ദി ബോർഡ് അല്ലേ, ബോർഡിൻ്റെ അടിവശം, പിന്നെ ബോർഡ് മുകൾ ഭാഗം അല്ലേ, ടോപ്പ് ഓഫ് ദി പാർട്ട് ഓഫ് ദി ബോർഡ്. ഹാവിൻറ്റ് യു പ്രിപ്പയർഡ് ദ സെപ്പറേറ്റ് സർക്യൂട്ട് ഫോർ ഓപ്പറേറ്റിംഗ് LED മൊഡ്യൂൾ ആൻഡ് മിനി മോട്ടോഴ്സ്. മിനി മോട്ടോർ, LED മൊഡ്യൂൾ എന്നിവ പ്രവർത്തിക്കുന്നതിന് വ്യത്യസ്ത സർക്യൂട്ട് തയ്യാറാക്കുക. എന്നിട്ട് ഒരു വാട്ട് വിൽ ബി ഹാപ്പൻ യു ആർ ഇൻക്ലൂഡിങ് ഓൾ ദം ഇൻ ദ സെയിം സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ തന്നെ ഇവയെല്ലാം ഉൾപ്പെടുത്തിയാൽ എന്ത് സംഭവിക്കും? ഡു ഓൾ ദ ഡിവൈസസ് യു ഹോം സ്റ്റാർട്ട് ഫങ്ഷൻസ് വെൻ ദ സിംഗിൾ സ്വിച്ച് ടേൺ ഓൺ? ഇഫ് സോ ഹൗ മെനി സർക്യൂട്ട് യു വിൽ നീഡഡ് ഇൻ ദ ഹൗസ്. വീട്ടിൽ ഒരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എല്ലാ ഉപകരണങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വീട്ടിൽ എത്ര സർക്യൂട്ടുകൾ വേണ്ടി വരും? ചെക്ക് ഇൻ യുവർ മെനി സർക്യൂട്ട് ആർ ദർ ഇൻ ക്ലാസ് റൂം. നിങ്ങളുടെ ക്ലാസ് റൂമിൽ എത്ര സർക്യൂട്ട് വേണ്ടി വരും? വാട്ട് ടൂൾസ് ഡിഡ് യു യൂസ് ടു മേക്ക് എ സർക്യൂട്ട്. എന്തൊക്കെ ടൂൾസ് വേണം സർക്യൂട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഹാവിൻ യു സീൻ ദ ഇലക്ട്രീഷ്യൻസ് ആൻഡ് ഡിഫറെൻറ്റ് ടൂൾസ് ആർ ഡിഫറെൻറ്റ് പർപ്പസ് സച്ച് ആസ് കട്ടിംഗ് വയേഴ്സ് ഓഫ് സ്ട്രിപ്പിംഗ് ഓഫ് ഇൻസുലേഷൻസ് ആൻഡ് ടെസ്റ്റിംഗ് ഇലക്ട്രിക് കറണ്ട്. ഒബ്സർവ് ദ പിക്ചേഴ്സ്. അപ്പോൾ താഴെ കുറച്ച് ചിത്രങ്ങൾ തന്നിരിക്കുന്നതാണ്. കട്ടിംഗ് പ്ലെയേഴ്സ്, സ്ട്രിപ്പർ, സ്ക്രൂ ഡ്രൈവർ, പിന്നെ സ്ക്രൂ ഡ്രൈവർ, ടെസ്റ്റർ അല്ലേ. അപ്പോൾ ഇവ ഓരോന്നും എന്താണ്? ഫൈൻഡ് ഔട്ട് ദ യൂസസ് ഓഫ് വിച്ച് അബൌട്ട് ടൂൾസ് ഫ്രം ആൻ ഇലക്ട്രീഷ്യൻ. ഇവ ഓരോന്നും ഏത് ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നതെന്ന് ഇലക്ട്രീഷ്യനോട് ചോദിച്ച് മനസ്സിലാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് സിമ്പിൾസ് തന്നിട്ടുണ്ട് താഴെ. എന്താണ്? ചിഹ്നങ്ങൾ. എന്താണ്? ഹൗ മെനി സർക്യൂട്ട് ഡിഡ് ഈച്ച് ഗ്രൂപ്പ് മേക്ക് എ? റൈറ്റ് ഡൗൺ ദ മെറ്റീരിയൽ യൂസ് സർക്യൂട്ട്. സർട്ടൺ സൈൻസ് ആർ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ദ കോമ്പണൻറ്റ് ഇൻ സർക്യൂട്ട്. എന്നാൽ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളെ സൂചിപ്പിക്കാൻ ചില അടയാളങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ ചിഹ്നങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ്? കണ്ടക്ടിങ് വയേഴ്സ് എന്താണോ? സ്വിച്ച് ഓഫ് മോഡ്, സ്വിച്ച് ഓൺ മോഡ്, സെൽ മോഡ്, ബാറ്ററി, പ്രകാശിക്കാത്ത ബൾബാണത്. ഓക്കെ, ഗ്ലോയിങ് ബൾബ് അടുത്തത്, പിന്നെ ബസർ, മിനി മോട്ടേഴ്സ്, LED. ഓക്കെ, ഈ ചിത്രങ്ങൾ തന്നിട്ട് ഇത് ഏതാണെന്നുള്ള ചോദിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ചിത്രങ്ങൾ വരയ്ക്കാൻ പഠിക്കുക. ഓക്കെ, ചിഹ്നങ്ങൾ വരയ്ക്കാൻ പഠിക്കുക. ഓക്കെ, ഇനി ഒബ്സർവ് ദ ഗിവൺ സർക്യൂട്ട്, ഐഡൻറ്റിഫൈ ദ പാർട്സ് മാർക്ക്ഡ് ABC. അപ്പോൾ താഴെ കുറച്ച് രണ്ടെണ്ണം തന്നിട്ടുണ്ട്. അതായത് സർക്യൂട്ട് 1, സർക്യൂട്ട് 2 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിഹ്നങ്ങൾ ഏതൊക്കെയാണെന്ന് അടയാളപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ചിത്രങ്ങൾ നോക്കി അടയാളപ്പെടുത്തുക. അപ്പോൾ അതോടെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് സർക്യൂട്ട് 1 A ആണ്, കത്താത്ത ബൾബാണ്, പിന്നെ സെല്ലാണ്, സ്വിച്ച് ഓഫ് മോഡാണ്, D കണ്ടക്ടിങ് വയേഴ്സാണ്. സർക്യൂട്ട് 2 ഗ്ലോയിങ് ബൾബാണ്, സെല്ലാണ്, സ്വിച്ച് ഓൺ മോഡാണ്, കണ്ടക്ടിങ് വയേഴ്സാണ്. ഓക്കെ, ഇനി ഫ്രം സർക്യൂട്ട് ടു ഡിവൈസ് അല്ലേ, എന്താണ്? സർക്യൂട്ടിൽ നിന്ന് ഉപകരണങ്ങളിലേക്ക്. വി ക്യാൻ യൂസ് 9 വോൾട്ട് ബാറ്ററി ആൻഡ് LED മൊഡ്യൂൾ ഫോർ മേക്കിംഗ് ആൻ എമർജൻസി ലാമ്പ്. ഹൗ വിൽ ബി കണക്ട് ഫ്രം ദ മേക്കിംഗ് സർക്യൂട്ട്? ട്രൈ ടു ഡ്രോ ഇറ്റ്. അപ്പോൾ എന്താണ്? എമർജൻസി ലാമ്പ് നിർമ്മിക്കാൻ നമുക്ക് 9 വാട്ട് ബാറ്ററിയും LED മൊഡ്യൂളും ഉപയോഗിക്കാം അല്ലേ. അവ ഉപയോഗിച്ച് എങ്ങനെയാണ് സർക്യൂട്ട് ക്രമീകരിക്കുന്നതെന്ന്, എന്തെല്ലാം ഉപകരണങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കണമെന്ന് വരച്ച് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ്? വയർ, LED മൊഡ്യൂൾ, സ്വിച്ച്, ബാറ്ററി. അപ്പോൾ അതൊക്കെ ബന്ധിപ്പിക്കുക. ആഫ്റ്റർ ദ അറേഞ്ചിങ് ദ സർക്യൂട്ട് ചെക്ക് ദ വെദർ LED ഗ്ലോ. അപ്പോൾ എന്താണ്? സർക്യൂട്ട് ക്രമീകരിച്ച് LED പ്രകാശിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നൗ വി നീഡഡ് ദ സ്റ്റാൻഡ് ഓൾസോ അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ഒരു സ്റ്റാൻഡ് കൂടി ആവശ്യമുണ്ട്. സ്റ്റാൻഡ് നിർമ്മിക്കാൻ ആവശ്യമായ ദ ഈസി വേ ടു മേക്കിംഗ് എ സ്റ്റാൻഡ് ഗിവൺ ദ പിക്ചേഴ്സ്. അപ്പം അവിടെ കുറച്ച് 1, 2, 3, 4 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈസി വേ എങ്ങനെയാണ് സ്റ്റാൻഡ് നിർമ്മിക്കാനുള്ള ഈസി വേ തന്നിട്ടുണ്ട്. എന്താണ്? ചിത്രം 1 എന്താണ് കാണിച്ചിരിക്കുന്ന പോലെ വാവട്ടമുള്ള ഒരു 1/2 ലിറ്റർ പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക. എന്നിട്ട് കുപ്പിയിൽ മണൽ നിറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അടപ്പിൽ ചിത്രം 2 കാണുന്ന പോലെ ആ അടപ്പിൽ എന്താണ്? 2 സുഷിരങ്ങൾ ഉണ്ടാക്കുക. എന്താണ്? ചിത്രം 3 കാണുന്ന പോലെ എന്താണ്? പൈപ്പിലും സുഷിരങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? അടപ്പിലെ സുഷിരങ്ങളിൽ PVC പൈപ്പ് വെച്ച ശേഷം ചിത്രം 4 നോക്കി
ക്രമീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. ഓക്കെ, ഇനി പേ അറ്റൻഷൻ ടു ദ ഫോളോയിങ് പോയിന്റ് വൈൽ മേക്കിംഗ് ദ എമർജൻസി ലാമ്പ്. എന്താണ് എമർജൻസി ലാമ്പ് ഉണ്ടാക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ്? LED the circuit should be made in such a way that the wire from LED to the switch and from the switch to battery are not എക്സ്പോസ്ഡ്. എന്താണ് നമ്മൾ LED-യിൽ നിന്ന് സ്വിച്ചിലേക്കും സ്വിച്ചിൽ നിന്ന് ബാറ്ററിയിലേക്കും പോകുന്ന വയറുകൾ കാണാത്ത വിധം വേണം സർക്യൂട്ട് ക്രമീകരിക്കാൻ. ബാറ്ററി ഷുഡ് ബി ഫിക്സഡ് ഫ്രെയിമിലി ഇൻ ദ സ്റ്റാൻഡ്, അല്ലേ? ബാറ്ററി മണ്ണിൽ വെച്ചിരിക്കണം. പിന്നെ ദ എമർജൻസി ലാമ്പ് ഷുഡ് ബി ലിഫ്റ്റഡ് ഓൺലി ബൈ ദ ഹോൾഡിംഗ് ദ ബോട്ടിൽ, അല്ലേ? എമർജൻസി ലാമ്പ് കുപ്പിയിൽ പിടിച്ച് മാത്രമേ എടുക്കാവൂന്ന്. അപ്പോൾ മോർ ദാൻ ദ LED module can be used to getting light all the directions of insulations. Tap of different colors can be used to make an emergency lamp to more attractive, അല്ലേ? അപ്പോൾ എന്താണ് എല്ലാ ഭാഗത്തും വെളിച്ചം ലഭിക്കാം. ഒന്നിലധികം LED മൊഡ്യൂളുകൾ ഉപയോഗിക്കാം. പിന്നെ എമർജൻസി ലാമ്പ് ഭംഗിയാക്കാൻ വിവിധ തരത്തിലുള്ള ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിക്കാം. ഓരോ ഗ്രൂപ്പിലും നിർമ്മിച്ച എക്സിബിറ്റ് ദ എമർജൻസി ലാമ്പ് ടു മെയ്ഡ് ബൈ ഈച്ച് ഗ്രൂപ്പ്, അല്ലേ? എല്ലാ ഗ്രൂപ്പിലും നിർമ്മിച്ച ക്ലാസ്സിൽ പ്രദർശിപ്പിക്കാൻ പറഞ്ഞിട്ട് സെലക്ട് ദ ബെസ്റ്റ് വൺ ആൻഡ് ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേറ്റേഴ്സ് ഗവൺ ബിലോ. എന്താണ് ഗ്രൂപ്പിൽ നിർമ്മിച്ച ഏതാണ് മികച്ചതെന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ വാട്ട് ആർ ദ തിങ്സ് ടു ബി ആക്സസ് എന്താണ് പ്രവർത്തനക്ഷമത, അല്ലേ? എഫിഷ്യൻസി, പിന്നെ എന്താണ് അട്രാക്റ്റീവ്നെസ് ഭംഗി, ഡ്യൂറബിലിറ്റി ഈട്. ഓക്കെ, ഇനി ഹൗസ് ഹോൾഡ് ഇലക്ട്രിസിറ്റി. വി ഹാവ് യൂസ്ഡ് ടു 9 volt ബാറ്ററി ടു മേക്ക് ആൻ എമർജൻസി ലാമ്പ്. വിൽ വി ഗെറ്റ് ആൻ ഇലക്ട്രിക് ഷോക്ക് ഇഫ് യു ടച്ച് ദ വയേഴ്സ് കണക്റ്റഡ് ടു ബാറ്ററി. എന്താണ് എമർജൻസി ലാമ്പ് നിർമ്മിക്കാൻ നമ്മൾ 9 volt ബാറ്ററിയാണ് ഉപയോഗിച്ചത്. എന്നാൽ ബാറ്ററിയുമായി ബന്ധിപ്പിച്ച വയർ സ്പർശിച്ച് പോയാൽ എന്താണ് ഷോക്ക് ഏൽക്കുമോ എന്നാണ് ചോദിക്കുന്നത്. ഇഫ് സം ഹൗ ദ ഇലക്ട്രിസിറ്റി യൂസ്ഡ് ടു ഹോം പാസസ് ത്രൂ അവർ ബോഡി ഇറ്റ് ക്യാൻ ബി കേസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്, അല്ലേ? എന്നാൽ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഏതെങ്കിലും വിധത്തിൽ ശരീരത്തിലൂടെ കടന്നു പോയാൽ നമുക്ക് ഷോക്ക് അടിക്കും, അല്ലേ? കാരണം എന്താണ്? മറ്റേത് ഷോക്ക് അടിക്കില്ല, ഇത് നമുക്ക് ഷോക്ക് അടിക്കും. 230 volt വൈദ്യുതിയാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് നമുക്ക് ഷോക്ക് അടിക്കുന്നത്. അപ്പോൾ എന്താണ് പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശക്തി കൂടെ വൈദ്യുതി ഉപയോഗിക്കാൻ പാടില്ല. ഇനി എന്താണ് ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയാം? വി ഗെറ്റ് ആൻ ഇലക്ട്രിക് ഷോക്ക് വെൻ ദ ഇലക്ട്രിക് കറണ്ട് പാസസ് ത്രൂ അവർ ബോഡി. അവർ ബോഡി ഈസ് എൻ ഇലക്ട്രിക് കണ്ടക്ടർ സിൻസ് ദ വാട്ടർ ഈസ് പ്രസൻറ്റ് ഇൻ ദ ലിവിങ് സെൽ. ഇലക്ട്രിക് ഷോക്ക് അക്വയർ വെൻ എ ബ്രോക്കൺ പവർ ലൈൻ ഓർ എക്സ്റ്റേണൽ ഇലക്ട്രിക് സോഴ്സസ് ലൈക്ക് an uninsulated circuit come into the contact with the body. Sometimes the cases of the bones, cardiac arrest and major reasons are depth of due electric shock. വൈദ്യുതി നമ്മുടെ ശരീരത്തിൽ എന്താണ് ഒരു വെള്ളത്തിൻ്റെ സാന്നിധ്യം ഉള്ളതിനാൽ നമുക്ക് ഷോക്ക് അടിക്കും. പൊട്ടിയ വൈദ്യുതി ലൈനോ ഇൻസുലേഷനോ അല്ലാത്ത സർക്യൂട്ട് പോലുള്ള ഒരു ബാഹ്യമായ സ്രോതസ്സോ നമ്മുടെ ശരീരത്തിൽ ടച്ച് ചെയ്യുമ്പോൾ എന്തായത് വൈദ്യുതാഘാതം സംഭവിക്കും. ചില സമയത്തിൽ ഗുരുതരമായ പൊള്ളലേൽക്കും. പിന്നെന്താണ് വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിൻ്റെ പ്രധാന കാരണം ഹൃദയാഘാതമാണ്. ഓക്കെ, ഇനി ഒബ്സർവ് ദ ഗിവൺ സിറ്റുവേഷൻസ്, ഫൈൻഡ് ഔട്ട് ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ദ ചാൻസ് ഫോർ ദ ഇലക്ട്രിക് ഷോക്ക്. അപ്പം നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ലഭിക്കുന്ന കോളങ്ങൾ ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് യൂസിങ് ഡിവൈസ് ഓഫ് ഗുഡ് ക്വാളിറ്റി. ഗുണനിലവാരമുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കുമോ? ഇല്ല. ചേഞ്ചിങ് ദ ബൾബ് വെൻ ദ സ്വിച്ച് ഓൺ, അല്ലേ? സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ ബൾബ് മാറ്റുന്നു, അപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കും. ടേൺ ഓൺ ദ സ്വിച്ച് വിത്ത് വെറ്റ് ഹാൻഡ്, അല്ലേ? നനഞ്ഞ കൈകൊണ്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഷോക്ക് അടിക്കും. റിമൂവിങ് ദ ഫാൻ ഫ്രം ദ സീലിംഗ് ആഫ്റ്റർ ടേണിങ് ദ മെയിൻ സ്വിച്ച് ഓഫ്, അല്ലേ? മെയിൻ സ്വിച്ച് ഓഫ് ആക്കി ചെയ്ത ശേഷം ഫാൻ അഴിച്ചെടുക്കുന്നു, അപ്പോൾ എന്താണ് ഷോക്ക് അടിക്കില്ല. പിന്നെ റിമൂവിങ് ദ പ്ലഗ് പിൻ വിത്തൗട്ട് സ്വിച്ച് ഓഫ്, അല്ലേ? അപ്പോൾ നമുക്ക് എന്തായാലും ഷോക്ക് അടിക്കും. അപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് യൂസിങ് ദ വയേഴ്സ് വിത്തൗട്ട് പ്രോപ്പർ ഇൻസുലേഷൻസ്. നമ്മൾ ഷോക്ക് അടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ റിപ്പയറിങ് ഡിവൈസസ് വൈൽ സ്വിച്ച് ഓൺ നമുക്ക് ഷോക്ക് അടിക്കും, അല്ലേ? റിപ്പയർ ചെയ്താൽ സ്വിച്ച് ഓൺ ആക്കി റിപ്പയർ ചെയ്താൽ നമുക്ക് എന്തായാലും ഷോക്ക് അടിക്കാവുന്നതാണ്. അപ്പോൾ യൂസിങ് ദ ഫുഡ് വെയർ വൈൽ അയേണിങ് ക്ലോത്ത്, അല്ലേ? നമ്മൾ ക്ലോത്ത് അയൺ ചെയ്യുമ്പോൾ ഫുഡ് വെയർ ധരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് ഷോക്ക് അടിക്കില്ല. കാരണം നമ്മൾ ഫുഡ് വെയർ ധരിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഷോക്ക് അടിക്കില്ല. അപ്പോൾ നമ്മൾ ഷോക്ക് അടിക്കേണ്ട സിറ്റുവേഷൻസ് ഒക്കെ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്, അത് ടിക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും ഇലക്ട്രിക് അയൺ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുക. ഓക്കെ.
അപ്പോൾ നമുക്ക് ഷോക്ക് അടിക്കില്ല. പിന്നെ ഹാവൻ യു ഫൗണ്ട് ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് ആർ ലൈക്ലി ടു ഗെറ്റ് ഇലക്ട്രിക് ഷോക്ക് ഹാസ് ബീൻ യുവർ ഹൗസ് ഹോൾഡ് എക്സ്പീരിയൻസ്ഡ് അവർ ഷോക്ക് ഇഫ് യു വാട്ട് കണ്ടക്ട് ഡിഡ് യു ഹാപ്പൻ ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് ക്ലാസ്. അപ്പോൾ നമ്മൾ ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് ഷോക്ക് അടിക്കുന്നത്, ഏതൊക്കെ സിറ്റുവേഷനിലാണ് നമുക്ക് ഷോക്ക് അടിക്കാത്തതെന്ന് നമ്മൾ നോക്കി. അപ്പോൾ ഇനി അടുത്തത് എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് പരിചയത്തിൽ എന്താണ് ഷോക്ക് ഏൽക്കാനുള്ള സന്ദർഭങ്ങളൊക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പം നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അപകടകരമായ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ആർ ദ പ്രിക്കോഷൻസ് വി ബി taken while handling the electrical appliances are shown in the science diary. എന്താണ് വൈദ്യുതി ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്താണ് യൂസിങ് ദ ഫുഡ് വെയർ വൈൽ അയേണിങ് ക്ലോത്ത് അല്ലേ. പിന്നെ അടുത്ത എന്താ ചെയ്യേണ്ടത്? യൂസിങ് ഡിവൈസ് ഓഫ് ഗുഡ് ക്വാളിറ്റി. പിന്നെ റിമൂവിങ് ദ ഫാൻ ഫ്രം ദ സീലിംഗ് ആഫ്റ്റർ ടേണിങ് ദ മെയിൻ സ്വിച്ച് ഓഫ് അല്ലേ. അതൊക്കെ നമുക്ക് അതിൽ എഴുതാം. ഓക്കെ, ഇനി എന്താ എഴുതാം? കീപ്പ് എ ഡ്രൈ ആൻഡ് യൂസ് ഇലക്ട്രിസിറ്റി. അവോയ്ഡ് യൂസിങ് ഇലക്ട്രിക് അപ്ലയൻസ് നിയർ വാട്ടർ. പിന്നെ അൺപ്ലഗ് അപ്ലയൻസസ് വെൻ നോട്ട് ഇൻ യൂസ്. ഡോണ്ട് ടച്ച് ബ്രോക്കൺ അപ്ലയൻസസ്. അങ്ങനെയൊക്കെ എഴുതാം. ഓക്കെ, ഇനി അടുത്ത ലൈറ്റിംഗ് ആൻഡ് electricity. And haven't you noticed the lighting during the rainy season? Cloud have been very high. Electric charges lighting is caused by the transfer of changes in cloud to nearby cloud to earth. Lighting and strict case of accident because it's very powerful in electric current അല്ലേ. എന്താണ് മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ കാണുന്ന മിന്നൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മേഘങ്ങളിൽ വളരെ ഉയർന്ന അളവിൽ വൈദ്യുതി ചാർജ് ഉണ്ടാകാറുണ്ട്. എന്താണ് മേഘങ്ങളിലെ ചാർജ് അടുത്തുള്ള മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതാണ് മിന്നലിന് കാരണം. ഇടിമിന്നൽ അതിശക്തമായ വൈദ്യുത പ്രവാഹമാണ്. അപ്പോൾ മിന്നലേറ്റ് അപകടം ഉണ്ടാകും അല്ലേ. ഇൻ കേസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക് നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ആയിട്ട് എന്താ ചെയ്യാം? വാട്ട് ഹാപ്പൻസ് ഇഫ് യു ട്രൈ ടു ടച്ച് മൂവ് someone who experiencing an electric shock? Won't you also be get a shock? Hence should be never touching the person who ഹാസ് ആൻ ഇലക്ട്രിക് ഷോക്ക് അല്ലേ. എന്നാൽ ഇലക്ട്രിക് ഷോക്ക് ആയിട്ട് കിടക്കുന്ന ആളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചാൽ എന്താ സംഭവിക്കുക? നമുക്ക് ഷോക്ക് ഏൽക്കും അല്ലേ. അതിനാൽ നമ്മൾ ഒരു കാരണവശാലും ഷോക്കായിട്ട് കിടക്കുന്ന വ്യക്തിയെ സ്പർശിക്കാൻ പാടില്ല. പിന്നെ വാട്ട് ആർ ദ തിങ്സ് ടു ബി ഡൺ ടു ഇമ്മീഡിയറ്റ്ലി സേവ് ദ പേഴ്സൺസ് ഹൂ സഫേർഡ് ദ ഇലക്ട്രിക് ഷോക്ക്? അപ്പം ഇലക്ട്രിക് ഷോക്ക് ആയിട്ട് കിടക്കുന്ന വ്യക്തിയെ രക്ഷിക്കാൻ നമ്മൾ ഉടനടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താണ്? വൈദ്യുതി ബന്ധം ഒഴിവാക്കുക. പിന്നെ എന്താ ചെയ്യേണ്ടത്? ഫ്യൂസ് ഊരുക. പിന്നെന്താണ്? നമ്മൾ മരക്കമ്പോ എന്താണ് ഉണങ്ങിയ മരക്കമ്പോ എന്താണ് ഷോക്ക് ഏൽക്കാൻ സാധ്യതയില്ലാത്ത എന്തെങ്കിലും ഉപയോഗിച്ച് അയാളെ തള്ളി മാറ്റുക അതിൽ നിന്ന്. പിന്നെ എന്താണ്? ഹൃദയമുടുപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ നെഞ്ചിൽ കൈവച്ചിട്ട് തുടർച്ചയായി അമർത്താൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? ഇഫ് എ ബ്രീത്തിങ് സ്റ്റോപ്സ് ഓക്കെ അത് ചെയ്യാം. പിന്നെ എന്താണ്? സ്വയം ശ്വസിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൃത്യക്ഷമ ശ്വാസം നൽകുക. പിന്നെ ടേക്ക് എ പേഴ്സൺസ് ഓഫ് ഇമ്മീഡിയറ്റ്ലി ടു ഹോസ്പിറ്റൽ അപ്പോൾ എന്താണ്? ആ കുട്ടിക്ക് ഗുരുതരമായിട്ടാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം. ഓക്കെ, ഇനി ഹാവൻറ്റ് യു ഫൈൻഡ് ദ സിറ്റുവേഷൻസ് ഇൻ വിച്ച് നിങ്ങളുടെ വീട്ടിലെ സന്ദർഭങ്ങളൊക്കെ എഴുതാം. ഷോക്ക് അടിച്ച സന്ദർഭങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കാനൊക്കെ പറഞ്ഞതാണ്. ഓക്കെ, അത് ചെയ്യാം. ഇനി ജനറേറ്റേഴ്സ്. എന്താണ് ജനറേറ്റർ? എന്താണ്? ഡോണ്ട് ബി യൂസ് ജനറേറ്റർ ഓഫ് സ്കൂൾസ് വെൻ സം ഫെയർസ് അല്ലേ ഓർ PTA മീറ്റിംഗ്സ് ആർ ഹെൽഡ് ഇൻ വൈ ഈസ് യൂസ്ഡ് അല്ലേ. മേളകളോ PTA പൊതുയോഗങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സ്കൂളിൽ എന്താണ്? ജനറേറ്റർ ഉപയോഗിക്കും അല്ലേ. അപ്പോൾ എന്താണ്? ദ ജനറേറ്റർ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ടു മേക്ക് യൂസ് ഓഫ് എനർജി ഫ്രം ദ ഫ്യൂവൽസ് ലൈക്ക് പെട്രോൾ, കെറോസിൻ, ഡീസൽ എക്സെട്ര. യു മൈറ്റ് ഹാവ് ലേൺഡ് ദ previous class that the generators of chemical energy first get covered into the chemical energy and then into the electric energy. Can the generator be used regularly to the electric at home and school? Discuss on the basis of the cost, diesel, pollution etc. What are the solutions? അപ്പം എന്താണ്? പെട്രോൾ, ഡീസൽ നമ്മൾ എന്താണ് വിച്ച് ഫ്യൂവൽസ് ഈസ് യൂസ്ഡ് ഫോർ ഓപ്പറേറ്റ് ജനറേറ്റേഴ്സ്. അപ്പോൾ ഈ ജനറേറ്റർ പ്രവർത്തിക്കാൻ നമ്മൾ എന്തെല്ലാം ഇന്ധനങ്ങളാണ് ഉപയോഗിക്കുന്നത്? പെട്രോൾ, ഡീസൽ, കെറോസിൻ അല്ലേ. പിന്നെ ജനറേറ്റർ എന്താ ചെയ്യണത്? ജനറേറ്റർ രാസോർജ്ജം ആദ്യം യാന്ത്രികോർജ്ജമായും പിന്നീട് വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. ഓക്കെ, അത് നോക്കി അത് വരയ്ക്കുക കേട്ടോ. ഓക്കെ, രാസോർജ്ജം ആദ്യം യാന്ത്രികോർജ്ജമായും പിന്നീട് വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു. പിന്നെ എന്താണ്? ഈ ജനറേറ്ററൊക്കെ ഉപയോഗിക്കുന്നത് നമുക്ക് എന്താണ്? ഡീസൽ ഭയങ്കര കോസ്റ്റ്ലി ആണ് അല്ലേ. പിന്നെ എന്താണ്? മലിനീകരണവും ഉണ്ടാക്കും. ഓക്കെ, ഇനി അടുത്തത് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻസ്, ജലവൈദ്യുത നിലയം.
അപ്പോൾ യു മൈറ്റ് ഹാവ് സീൻ ദ മെറ്റാലിക് വയേഴ്സ് ഓഫ് stretched over tall poles. From where do these lines bring electricity? How electricity is generated? എന്താണ് ഉയരമുള്ള കമ്പി പോളിലൂടെ വലിച്ചു കെട്ടിയ കമ്പികൾ കണ്ടിട്ടുണ്ട് അല്ലേ? നിങ്ങൾ ഇവിടെ നിന്നാണ് കമ്പികൾ വൈദ്യുതി കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് അതെന്താ വെച്ചാൽ അണക്കെട്ടിലൊക്കെ ഉയരത്തിൽ നിർത്തിയ വെള്ളം എന്താണ് താഴേക്ക് പതിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജം ഉപയോഗിച്ചാണ് എന്താണ് വൈദ്യുതി നിലങ്ങളിൽ ജനറേറ്ററുകൾ പ്രവർത്തിക്കുന്നത്. വെള്ളം പൈപ്പിലൂടെ കൊണ്ടുവന്ന് ജനറേറ്ററുകൾ ടർബൈനിലേക്ക് വീഴ്ത്തും. എന്നിട്ടാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് ദ മേജർ പാർട്ട് ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ കേരള ഫ്രം ദി ഹൈഡ്രോളിക് പവർ സ്റ്റേഷൻസ് ഇൻ ഇടുക്കി. ഡിസ്കസ് ദ ഹൈഡ്രോളിക് പവർ സ്റ്റേഷൻസ് ആർ കമ്പയർഡ് ഇൻ ടു ദ ഡീസൽ ജനറേഷൻ ബേസ്ഡ് ഓൺ ദ ഫ്യൂവൽസ് ഓഫ് പൊല്യൂഷൻസ് ഓഫ് എക്സെട്ര. ഓക്കെ, ഇനി അടുത്തത് അതർ പോസിബിലിറ്റീസ് ഓഫ് ഇലക്ട്രിക് പവേഴ്സ് ജനറേഷൻസ്. അപ്പോൾ എന്താണ് തെർമൽ പവർ സ്റ്റേഷൻസ് അല്ലേ, പിന്നെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ്, വിൻമില്ല്, ഇതിലൊക്കെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്തത് ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. എന്താണ് സോളാർ പാനൽ, ചന്ദ്രയാൻ 3, സോളാർ കാർസ്. അപ്പോൾ സോളാർ സെൽ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ടഡ് സോളാർ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. സോളാർ പാനൽ ഈസ് എ കോമ്പിനേഷൻ ടു മോർ സോളാർ സെൽ. സോളാർ എനർജി ഈസ് ദ സൊല്യൂഷൻ ഫോർ ദ ഫ്യൂച്ചർ എനർജി ക്രൈസിസ് അല്ലേ. സോളാർ എനർജി ഫ്യൂച്ചർ എനർജി ക്രൈസിസിന് ഏറ്റവും ഉപകാരപ്രദമാണെന്നാണ് പറയുന്നത്. കോസ്റ്റ് ഓഫ് എഫക്റ്റീവ് ടെക്നോളജി അല്ലേ, പിന്നെ ഹാർവെസ്റ്റിംഗ് ആൻഡ് സോളാർ എനർജി ആർ ദ ഡെവലപ്ഡ് റീച്ചസ് ആർ ഗെറ്റിംഗ് ഫോർ ദീസ് പർപ്പസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇലക്ട്രിസിറ്റി കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ട് എന്താണ് സോളാർ എനർജിയിൽ ഇപ്പോഴും സോളാർ എനർജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, സോളാർ എനർജി ഇപ്പോൾ ധാരാളം ആളുകൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വൈദ്യുതി ക്ഷാമമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് സോളാർ എനർജി ഉപയോഗിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഡോണ്ട് യു വേസ്റ്റ് ഇലക്ട്രിസിറ്റി അല്ലേ, നമ്മൾ ഇലക്ട്രിസിറ്റി പാഴാക്കാൻ പാടില്ല. എന്താണ് ഇലക്ട്രിസിറ്റി പാഴാക്കുമ്പോൾ നമ്മൾ കൂടുതൽ നമുക്ക് ഫ്യൂവൽസ് വേണ്ടി വരും അല്ലേ, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ദ പ്രൊഡക്ഷൻസ് ഓഫ് ദി ഇലക്ട്രിസിറ്റി ഹാസ് ദി ഇൻക്രീസ്ഡ് വെൻ ദിസ് ഹയർ കൺസപ്ഷൻ പിന്നെ ഡസ് നോട്ട് ദി ജനറേഷൻസ് ഓഫ് മോർ ഇലക്ട്രിസിറ്റി റിക്വയർഡ് ഫോർ ഫ്യൂവൽസ് അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് കൂടുതൽ ഫ്യൂവൽസ് വേണ്ടി വരും. ഇലക്ട്രിസിറ്റി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വാട്ട് മെസ്സേജസ് ദിസ് പോസ്റ്റർ കൺവേ, എന്താണ് നിങ്ങൾക്ക് ഈ മെസ്സേജിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? അപ്പോൾ എന്താണ് ഇങ്ങനൊരു പോസ്റ്റർ ഉണ്ടാക്കാനൊക്കെ പറയും. എന്താണ് സേവ് ദ ഇലക്ട്രിസിറ്റി എന്നുള്ള പോസ്റ്ററൊക്കെ കണ്ടോ. എന്താണ് പിന്നെ വിച്ച് ഈസ് ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് ദ ഇലക്ട്രിസിറ്റി ഈസ് വേസ്റ്റഡ്. എന്തൊക്കെ സർക്കംസ്റ്റാൻസസ് ആണ് ഇലക്ട്രിസിറ്റി നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത്? ഡു ഓൾ ഫാൻസ് ആൻഡ് ബൾബ്സ് ലെഫ്റ്റ് വർക്കിംഗ് വെൻ ദർ ഈസ് നോ ബഡി ഇൻ ക്ലാസ് റൂം അല്ലേ. നമ്മൾ ക്ലാസ് റൂമിൽ ആരും ഇല്ലാത്ത സമയത്ത് ലൈറ്റും ഫാനൊക്കെ ഓഫാക്കിയിടണം അല്ലേ, ഓണാക്കിയിടരുത്. ഓക്കെ, വി ഹാവ് അഡോപ്റ്റഡ് ദ സർട്ടൺ മെഷേഴ്സ് ഓഫ് പ്രിവെൻറ്റ് വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് എൻഷുർ ഇറ്റ്സ്. അപ്പോൾ എന്താ പറയുന്നത് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ വൈദ്യുതി പാഴാക്കാൻ പാടില്ല. എന്താണ് നമുക്ക് ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ നമുക്ക് വൈദ്യുതി യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ. വൈദ്യുതി ഇനി കൂടുതൽ യൂസ് ചെയ്തിരിക്കുകയാണെങ്കിൽ കൂടുതൽ ഫ്യൂവൽസ് ആവശ്യമായി വരും. അപ്പോൾ ഇനി ഭാവിയിൽ അതിൻ്റെ ലഭ്യത കുറയും. ഓക്കെ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇത്രയാണ് ഈ ചാപ്റ്റർ. ഓക്കെ, ഇനി ലെറ്റസ് അസസ് ആണ്. വാട്ട് ഈസ് ദ എനർജി ചേഞ്ചസ് ഇൻ ബാറ്ററി വെൻ കണക്റ്റഡ് ഇൻ ടു എൻ എമർജൻസി ലാമ്പ്. അപ്പോൾ ഏതാണ് എന്താണ് കെമിക്കൽ എനർജി ചേഞ്ചസ് ഫസ്റ്റ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി ആൻഡ് ദെൻ ഇൻ ടു ലൈറ്റ് എനർജി. ഇനി രണ്ടാമത്തെ എന്താണ് ഓഫ് ദ ഫോളോയിങ് വിച്ച് ഈസ് എൻ ഓപ്പൺ സർക്യൂട്ട്. ഏതാണ് ഓപ്പൺ സർക്യൂട്ട്? ഡാമേജ്ഡ് വെൽ ഈസ് സ്വിച്ച് ഇറ്റ് ഓൺ അല്ലേ. ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് ഫ്രം വേർ ഡു വി ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഗെറ്റ് ഇലക്ട്രിസിറ്റി ഫോർ വർക്കിംഗ്. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഏത് ഇലക്ട്രിസിറ്റിയാണ് ഉപയോഗിക്കുന്നത്? സോളാർ പാനൽ. ഓക്കെ, സംടൈംസ് വെർ ഇസ് എ പവർ ഷോർട്ടേജ് ഇൻ കേരള അല്ലേ. ചില സമയങ്ങളിൽ നമ്മൾ കേരളയിൽ പവർ ഷോർട്ടേജ് ഉണ്ടാകും സമ്മർ സീസണിൽ. എന്താ കാരണം? അതെന്താ കാരണം എന്ന് വെച്ചാൽ കേരള ഫേസസ് പവർ ഷോർട്ടേജ് ഡ്യൂറിങ് ദ സമ്മർ ഡ്യൂ ടു ദ ഇൻക്രീസ്ഡ് ഇലക്ട്രിസിറ്റി ഡാമേജ് അല്ലേ. ദ സ്റ്റേറ്റ്സ് ഓഫ് റിലയൻസ് ഓൺ ദ ഹൈഡ്രോ ഇലക്ട്രിക് പവേഴ്സ് ഈസ് എഫക്റ്റഡ് ബൈ ലോ റെയിൻഫാൾ അല്ലേ. അതൊക്കെ എഴുതാം. ഓക്കെ, ഇതാണ് നമുക്ക് ഷോർട്ടേജ് ഉണ്ടാക്കാൻ കാരണം. ഓക്കെ, അതെഴുതുക. ഓക്കെ, ഇനി അടുത്തത്
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പറയാം, പേഴ്സൺ ഇസ് സ്റ്റാൻഡിങ് ഇൻ വാട്ടർ. ഒരു പേഴ്സൺ വെള്ളത്തിൽ നിൽക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ലൈൻസ് ഈസ് ബ്രേക്ക് ഡൗൺ ദ ഫോൾ ഇൻ വാട്ടർ, പേഴ്സൺ ലൈക്ലി ടു ഗെറ്റ് എൻ ഇലക്ട്രിക് ഷോക്ക്, ഗീവ് എ റീസൺ. എന്താണ്? അപ്പം വെള്ളത്തിൽ നിൽക്കുന്ന ആൾക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാൻ എന്താ കാരണം? അതെ, പേഴ്സൺ സ്റ്റാൻഡിങ് ഇൻ വാട്ടർ ഈസ് ലൈക്ലി ടു ഗെറ്റ് എൻ ഇലക്ട്രിക് ഷോക്ക് ഇഫ് ലീവ് ദി ഇലക്ട്രിക് ലൈൻസ് ഫോൾസ് ഇൻ ടു ദ വാട്ടർ. അല്ലേ? നമുക്ക് അതിൻ്റെ ആൻസർ എഴുതാം. വാട്ടർ ഈസ് എൻ എക്സലൻറ്റ് അല്ലേ കണ്ടക്ടർ ഓഫ് എ ഇലക്ട്രിസിറ്റി. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഷോക്ക് ഏൽക്കും അല്ലേ, വൈദ്യുതി ഏൽക്കും വെള്ളത്തിലാണെങ്കിൽ. ഓക്കെ, ഇനി എന്താണ്? ഒബ്സർവ് ദ ഡയഗ്രാം ഓഫ് ഓപ്പൺ സർക്യൂട്ട്. ഇവിടെ താഴെ ഒരു ഓപ്പൺ സർക്യൂട്ടിൻ്റെ ഡയഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്? കൺവേർട്ട് ഇൻ ടു ദ ക്ലോസ്ഡ് സർക്യൂട്ട് യൂസിങ് അപ്രോപ്രിയേറ്റ് സിമ്പിൾസ് ആൻഡ് ട്രോസ്. അപ്പോൾ നമ്മൾ അവിടെ കുറേ സയൻസ് കണ്ടില്ലേ, ആ സിമ്പിൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ക്ലോസ്ഡ് സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, അത് വരയ്ക്കുക. ഓക്കെ, ഇത്രയാണ് ഈ ക്ലാസ്. ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇനി ഇതിൻ്റെ നോട്ട്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ നോട്ട്സ് ഞാൻ തരുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.